ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 1 EVS സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടറ്റിന് നിങ്ങളുടെ ടോപ്പിക്കിലുള്ള ഷെൽട്ടർ എന്ന ഭാഗത്തെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും നിങ്ങളുടെ സിലബസിലുള്ളത് ഷെൽട്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനിമൽ ഷെൽട്ടേഴ്സ്, ഇത്രയും ഭാഗമാണ്. ഇനി നമുക്ക് ഈ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിൽ കേട്ടറ്റിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ മരപ്പൊത്തിൽ കൂട് കൂട്ടാത്ത പക്ഷി ഏത്? മരം കൊത്തി, പൊന്മാൻ, മൂങ്ങ, തത്ത. താഴെ പറയുന്നവയിൽ മരപ്പൊത്തിൽ കൂട് കൂട്ടാത്ത പക്ഷിയാണ് ഏത്? പൊന്മാൻ. ആൻസർ പൊന്മാനാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ പരിസ്ഥിതി പരീക്ഷണശാല എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ഏത്? താഴെ പറയുന്നവയിൽ പരിസ്ഥിതി പരീക്ഷണശാല എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. പരിസ്ഥിതി പരീക്ഷണശാല എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അക്വേറിയം എന്താണ്? അക്വേറിയം ജലത്തിൽ ജീവിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്നതാണ് അക്വേറിയം. ഓർക്കിഡേറിയം ഓർക്കിഡുകളെ വളർത്തുന്നതാണ് ഓർക്കിഡേറിയം. ടെറേറിയം എന്ന് പറഞ്ഞാൽ മണ്ണിൽ കാണുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്നതാണ് ടെറേറിയം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ജൈവ വൈവിധ്യ ഉദ്യാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നത്? വിവേറിയം, അക്വേറിയം, ഹെർബേറിയം, ടെറേറിയം. ആൻസർ വിവേറിയമാണ്. വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നത് വിവേറിയം. ആൻസർ വിവേറിയം. ഇനി നമ്മൾ ഷെൽട്ടറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് അനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രധാനപ്പെട്ട സംഘടനകളെ പറ്റിയിട്ട് നോക്കാം. ഈ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോംസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പോൾ ആദ്യം നോക്കിയേ. SPCA. SPCA സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ്. SPCA എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ്. അതാണ് SPCAയുടെ ഫുൾ ഫോം. സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ്. ഇനി എന്താണ് പെറ്റ? PETA. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽസ്. അതാണ് പെറ്റ. പെറ്റയുടെ ഫുൾ ഫോമൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽസ്. അതായത് ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സംഘടനയാണ് പെറ്റ. 1980 സ്ഥാപിതമായ ഇത് മൃഗങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു സർക്കാരിതര സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പെറ്റ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അനിമൽസ്. ഇനി എന്താണ് TNR എന്ന് പറഞ്ഞാൽ? ട്രാപ്പ്, ന്യൂട്ടർ, റിട്ടേൺ. TNR ട്രാപ്പ്, ന്യൂട്ടർ, റിട്ടേൺ. കാട്ടുപൂച്ചകളുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് TNR. അപ്പോൾ എന്താ ചെയ്യുക? പൂച്ചകളെയൊക്കെ ലൈവ് കെണിയിൽ പിടിക്കുക, വന്ധ്യകരണം നടത്തുക, സാധ്യമാണെങ്കിൽ അവർക്ക് വാക്സിനേഷൻ നടത്തി തിരികെ വിടുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ട്രാപ്പ്, ന്യൂട്ടർ, ജെൻഡർ, TNR. ഇനി അടുത്തത്. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മേദിനി പുരസ്കാരം. ഗ്രീൻ പീസോ പരിസ്ഥിതിക്ക് വേണ്ടി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച, പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. ഗ്രീൻ PEAC. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ ഹരിതാഭമായ സമാധാനം, അല്ലെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പ് എന്ന് പറയും. അപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗ്രീൻ പീസ്.
പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമാണ് ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. ഇനി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള റെയിൻബോ വാരിയർ എന്ന കപ്പൽ ഏത് സംഘടനയുടേതാണ്? ഗ്രീൻ പീസിൻ്റെ ആണ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള റെയിൻബോ വാരിയർ എന്ന കപ്പൽ ഗ്രീൻ പീസ് എന്ന സംഘടനയുടേതാണ്. ഇനി എന്താണ് ലോബയാൻ പ്രസ്ഥാനം? ലോബയാൻ പ്രസ്ഥാനം വൃക്ഷങ്ങൾ, തരുലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം. വൃക്ഷങ്ങൾ, തരുലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം. വൃക്ഷലതാദികളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ഉടലെടുത്ത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം. ഇനി നോക്കിയ വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയുള്ള റെഡ് ഡാറ്റ ലിസ്റ്റ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് PSC ചോദിച്ചിരുന്നു. ഈ വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയിട്ടൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള ബുക്ക് ഏതാന്ന്, ഈ ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ റെഡ് ഡാറ്റ ലിസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? അപ്പോൾ ഈ വംശനാശം സംഭവിക്കുന്ന ജീവികളെ പറ്റിയുള്ള റെഡ് ഡാറ്റ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് IUCN. എന്താണ് IUCNൻ്റെ ഫുൾ ഫോം? ഈ ഫുൾ ഫോമൊക്കെ നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് പോകണം. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. 1948 ഒക്ടോബറിലാണ് സ്ഥാപിതമായത്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻസ്. ഇനി ഒരു പോയിന്റ് പറയാനുള്ളത്, IUCN പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഭാരതീയനാണ് MS സ്വാമിനാഥൻ. IUCN പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഭാരതീയൻ MS സ്വാമിനാഥൻ. ഇനി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം ആഫ്രിക്കയിൽ ആസ്ഥാനമായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏക അനുബന്ധ ഏജൻസിയാണ് UNEP. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻ്റൽ പ്രോഗ്രാം ആഫ്രിക്കയിൽ ആസ്ഥാനമായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏക അനുബന്ധ ഏജൻസിയാണ് UNEP. UNEPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നെയ്റോബി, കെനിയയിലെ നെയ്റോബിയിലാണ് UNEPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി മേഖലയുമായിട്ടാണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് UNൻ്റെ പരമോന്നത പാരിസ്ഥിതിക ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത്. 2005 ആരംഭിച്ച UNൻ്റെ പരമോന്നത പാരിസ്ഥിതിക ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ഇനി നമുക്ക് ഷെൽട്ടറുകളെ കുറിച്ചിട്ട് നോക്കാം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസ്ഥിതിയിൽ നിന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഷെൽട്ടർ. ഷെൽട്ടർ കാലാവസ്ഥയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അതായത് മൃഗങ്ങൾക്കും മനുഷ്യനും പക്ഷികൾക്കും ഒക്കെ സുരക്ഷിതമായി വിശ്രമിക്കാനും അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഇടമാണ് ഷെൽട്ടർ. ഇനി നമുക്ക് വിവിധ തരം ഷെൽട്ടറുകളെ കുറിച്ചിട്ട് നോക്കാം. സ്ഥിരമായ അഭയം, അതായത് ഒരു താൽക്കാലിക അഭയമുണ്ട്, സ്ഥിരമായിട്ട് ഇപ്പം നമ്മളൊക്കെ വീടുണ്ടാക്കണ പോലെ.
മനുഷ്യനോ മൃഗമോ വളരെ കാലം ജീവിക്കുന്നതും കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായ സ്ഥലങ്ങളാണ് സ്ഥിരമായ അഭയം. വീടുകൾ, ഗുഹകൾ, പക്ഷികളുടെ കൂട് മുതലായവ. ഇനി താൽക്കാലിക ഷെൽട്ടറോ? മൃഗങ്ങളും മനുഷ്യരും ഒരു പ്രത്യേക ഉദ്ദേശങ്ങൾക്കായി ഹ്രസ്വകാലത്തേക്ക് മാത്രം ജീവിക്കുന്നതാണ് താൽക്കാലിക ഷെൽട്ടർ. ഇപ്പം നമ്മൾ ഹൗസ് ബോട്ടുകൾ, അതേപോലെ ദേശാടന പക്ഷികളുടെ കൂട്, കാരവൻ, ഷെൽട്ടർ ഹോമൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി മൃഗങ്ങളുടെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അനിമൽ ഷെൽട്ടേഴ്സ് നിങ്ങളുടെ സിലബസിൽ ഒരു ടോപ്പിക്കാണ്. അപ്പം മൃഗങ്ങളും അവയുടെ പാർപ്പിടവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. മൃഗങ്ങൾ താമസിക്കുന്നതും സ്വയം സംരക്ഷിക്കുന്നതുമായ സ്ഥലമാണ് ഷെൽട്ടർ. അതായത് മൃഗങ്ങളും പക്ഷികൾക്കൊക്കെ പരിസ്ഥിതിയിൽ നിന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന, അതായത് മാറി വരുന്ന കാലാവസ്ഥയിൽ നിന്നും ചൂടുന്നും തണുപ്പെന്നൊക്കെ അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഷെൽട്ടർ. അല്ലെങ്കിൽ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനൊക്കെ അവർ ഉപയോഗിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിൽ നമുക്ക് ചില പേരുകൾ ആയിട്ട് ഇവരുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഹോഴ്സ്, സ്റ്റേബിൾ, ബി ഹൈവ്, ബി ഹൈവാണ്. ഹെൻ കൂപ്പ്, ഡോഗ് കെനൽ, കൗ ഷെഡ്, ലയൺ ഡെൻ, റാബിറ്റ് ബറോ. ഇതൊക്കെയാണ് ഈ മൃഗങ്ങളുടെ താമസ സ്ഥലത്തെ വിളിക്കുന്നത്. ഹോഴ്സ്, സ്റ്റേബിൾ, ബി ഹൈവ്, ഹെൻ കൂപ്പ്, ഡോഗ് കെനൽ, കൗ ഷെഡ്, ലയൺ ഡെൻ, റാബിറ്റ് ബറോ. ഇവരുടെ താമസ സ്ഥലവും മൃഗങ്ങളുടെ പേരുമാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൃഗങ്ങളുടെ താമസ സ്ഥലത്തിന് പറയുന്ന പേരുകൾ. ഇനി താഴെ പറയുന്നവയിൽ ഏത് പക്ഷിയാണ് കള്ളിച്ചെടിയുടെ മുള്ളുകൾക്കിടയിൽ കൂടുണ്ടാക്കുന്നത്? ഇന്ത്യൻ റോബിൻ, പരുന്ത്, നെയ്ത്തുകാരൻ പക്ഷി, പ്രാവ്. താഴെ പറയുന്നവയിൽ ഏത് പക്ഷിയാണ് കള്ളിച്ചെടിയുടെ മുള്ളുകൾക്കിടയിൽ കൂടുണ്ടാക്കുന്നത്? ആൻസർ പ്രാവാണ്. പ്രാവാണ് കള്ളിച്ചെടിയുടെ മുള്ളുകൾക്കിടയിൽ കൂടുണ്ടാക്കുന്നത്. ഇനി കരയിലും കാടുകളിലും ഒക്കെ മൃഗങ്ങൾ വസിക്കുന്നുണ്ട്. ഇപ്പോൾ പശു, നായ, കഴുത, കുതിര, സിംഹം, ആന, കണ്ടാമൃഗം, മയിൽ തുടങ്ങിയ ജീവികളൊക്കെ കാടുകളിലും കരയിലും ഒക്കെ ജീവിക്കുന്ന ജീവികളാണ്. പിന്നെ അതുപോലെ മാളങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ് എലി, പാമ്പ്, ഉറുമ്പ്, മുയൽ, മണ്ണിര, തേൾ മുതലായവ മാളങ്ങളിൽ ജീവിക്കുന്നു. മരത്തിൽ വസിക്കുന്ന മൃഗങ്ങളാണ് കുരങ്ങ്, പക്ഷികൾ മുതലായവർ. പക്ഷികളും അവയുടെ പാർപ്പിടവും. ഇന്ത്യൻ റോബിൻ പുല്ല്, മൃദുവായ ചില്ലകൾ, വേരുകൾ, കമ്പിളി, മുടി, പരുത്തി എന്നിവ ഉപയോഗിച്ച് മരത്തിൻ്റെ മുകളിൽ കൂടുണ്ടാക്കുന്നു. കല്ലുകൾക്കിടയിൽ മുട്ടയിടുന്നു. അപ്പോൾ തറനിരപ്പിലോ മരത്തിൻ്റെ താഴത്തെ ശാഖകളിലോ ഒക്കെ ആണ് ഈ ഇന്ത്യൻ റോബിന് കൂടുണ്ടാക്കുന്നത്. ചില മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇന്ത്യൻ റോബിൻ കൂടുണ്ടാക്കുന്നു. എന്തുപയോഗിച്ചിട്ടാണ്? പുല്ല്, മൃദുവായ ചില്ലകൾ, വേരുകൾ, കമ്പിളി, മുടി, പരുത്തി എന്നിവ ഉപയോഗിച്ചിട്ട് വീടുണ്ടാക്കുന്നു. ഇനി നെയ്ത്തുകാരൻ പക്ഷി. ആൺ നെയ്ത്തുകാരൻ പക്ഷികൾ പെൺപക്ഷികൾക്ക് കൂടുണ്ടാക്കുന്നു. പെൺപക്ഷികൾക്ക് മുട്ടയിടാൻ മനോഹരമായി നെയ്ത കൂടാണ് ആൺ നെയ്ത്തുകാരൻ പക്ഷി ഉണ്ടാക്കുന്നത്. ഇനി സൺബേർഡ്. ഒരു ചെറിയ മരത്തിൻ്റെയോ മുൾപടർപ്പിൻ്റെയോ ശാഖകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂടുണ്ടാക്കുന്നത് ആരാണ്? സൺബേർഡ്. മുടി, പുല്ല്, നേർത്ത ചില്ലകൾ മുതലായവ ഉപയോഗിച്ചാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. ഇനി പ്രാവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കള്ളിച്ചെടിയുടെ മുള്ളിൻ്റെ ഇടയിലോ മെഹന്തി വേലിയിലോ ഒക്കെയാണ് പ്രാവ് കൂടുണ്ടാക്കുന്നത്. ബാർബറ്റ് അല്ലെങ്കിൽ കൂപ്പർ സ്മിത്ത് എന്ന് പറയും. ഒരു ദ്വാരത്തിലോ മരത്തിൻ്റെ തടിയിലോ ആണ് ബാർബറ്റ് കൂടുണ്ടാക്കുന്നത്. ബാർബറ്റ് അല്ലെങ്കിൽ കൂപ്പർ സ്മിത്ത് ഒരു ദ്വാരത്തിലോ മരത്തിൻ്റെ തടിയിലോ അതിൻ്റെ കൂടുണ്ടാക്കുന്നു. തയ്യൽ പക്ഷി ഇലകൾ നെയ്തും തുന്നിയും ഒക്കെ കൊണ്ടാണ് ഇത് കൂടുണ്ടാക്കുന്നത്. മുൾപടർപ്പിൽ ഇലകൾ തുന്നാൻ അതിൻ്റെ മൂർച്ചയുള്ള കൊക്ക് ഉപയോഗിക്കുന്നു. അതുണ്ടാക്കിയ ഇലയുടെ മടക്കിലാണ് ഈ പക്ഷി മുട്ടയിടുന്നത്. അപ്പോൾ ഇലകൾ തന്നെ അത് കൂട പോലെ തുന്നിച്ചേർത്തിട്ടാണ് ഈ പക്ഷി അതിലാണ് മുട്ടയിടുന്നത്.
കാക്ക അതിൻ്റെ കൂട് ഒരു മരത്തിൽ ഉയരത്തിലുണ്ടാക്കുന്നു. കമ്പി, മരം, പുല്ല്, ചില്ലകൾ എന്നിവ ഉപയോഗിച്ചാണ് കാക്ക കൂടുണ്ടാക്കുന്നത്. ഇനി ഒരു ചെറിയ മരത്തിൻ്റെയോ കുറ്റിക്കാട്ടിൻ്റെയോ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂട് സൂര്യപക്ഷിയുടേതാണ്. ചെറിയ മരത്തിൻ്റെയോ കുറ്റിക്കാട്ടിൻ്റെയോ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂട് സൂര്യപക്ഷിയുടേതാണ്. മരത്തിൽ കോളനി സൃഷ്ടിക്കുന്ന പ്രാണികളാണ് ചിതലുകൾ. ചിതലുകളൊക്കെ എപ്പോഴും ഒരുപാടെണ്ണം ഉണ്ടാവും. ഇപ്പോൾ ഡോഗ് ഫിഷിൻ്റെ ആവാസ കേന്ദ്രം ഏതാണ്? കടലാണ്. ഡോഗ് ഫിഷിൻ്റെ ആവാസ കേന്ദ്രം കടൽ. ഇനി നമുക്ക് എന്താണ് ആവാസ വ്യവസ്ഥ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സസ്യമോ മൃഗമോ സ്വാഭാവികമായോ സാധാരണമായോ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്ഥലമോ പരിസ്ഥിതിയോ ആണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സസ്യമോ മൃഗമോ സ്വാഭാവികമായോ സാധാരണമായോ ജീവിക്കുകയും വളരുകയും ചെയ്യുന്ന സ്ഥലമോ പരിസ്ഥിതിയോ ആണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ ഇനി നമുക്ക് വിവേറിയം എന്താണെന്ന് നോക്കാം. പഠനത്തിനും നിരീക്ഷണത്തിനും വേണ്ടി സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷിക്കുന്ന സ്ഥലമാണ് വിവേറിയം എന്ന് പറഞ്ഞാൽ. വിവിധ തരത്തിലുള്ള വിവേറിയങ്ങളുണ്ട്. അക്വേറിയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓഷ്യനേറിയം കടലിൽ ജീവിക്കുന്ന ജീവികളായിട്ട് റിലേറ്റ് ചെയ്ത്. ഇൻസെക്റ്റേറിയം ഇൻസെക്ട്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഫോമിക്കേറിയം ഉറുമ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ടെറേറിയം നമ്മൾ പറഞ്ഞു. പാലുഡേറിയം, ഹെർപ്പറ്റേറിയം, ഓർക്കിഡേറിയം ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള വിവേറിയങ്ങൾ. അപ്പോൾ വിനോദാർത്ഥമോ പഠന നിരീക്ഷണാർത്ഥമോ ഒരു അലങ്കാര സംരംഭം എന്ന നിലയിലോ തൊഴിലായോ ജലജന്തുക്കളെയും സസ്യങ്ങളെയും പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ളതാണ് അക്വേറിയം. നിങ്ങൾക്കറിയാം, അക്വേറിയങ്ങളൊക്കെ നമ്മൾ ഈ ഫിഷ് ഷോപ്പിലൊക്കെ ചെന്നാൽ ധാരാളം കാണാം. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ പ്രദർശിപ്പിക്കുന്നതാണ് അക്വേറിയം. സെലേറിയം എന്നത് തടികളുടെ സ്പെസിമെനുകൾ സൂക്ഷിക്കുന്ന ഹെർബേറിയമാണ് സെലേറിയം. ഹോട്ടോറിയം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സസ്യങ്ങളുടെ സ്പെസിമെനുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഹോർട്ടോറിയം. പാലുഡേറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലാസ് ഭരണിയിലെ ചതുപ്പ് എന്നാണ്. പാലുഡേറിയം എന്ന് പറഞ്ഞാൽ ചെടികൾ ഗ്ലാസ് ഭരണിയിൽ പരിപാലിക്കുന്ന ടെറേറിയം രീതിയും അക്വേറിയവും ചേരുന്നതാണ് പാലുഡേറിയം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കേട്ടിട്ടിന് ഈ ഷെൽറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത വീഡിയോയിൽ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ രൂപത്തിലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ വീഡിയോ കേട്ടറ്റ് കാറ്റഗറി 1 EVS ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പോയിൻറ്റ്സൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. എക്സാം ആകുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.